ഇത് ലിവിംഗ് റൂം. ഇനി ബെഡ്റൂം കാണിച്ചുതരാം. വരും. വരും. ഇതൊരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്കിഷ്ടായി. എന്നാ വരൂ, ബാക്കിയൂടെ കാണാം. വരൂ. ഇത് ഡൈനിങ് ഏരിയ. കിച്ചൺ ദാ അവിടെ. വരൂ. കിച്ചൺ എങ്ങനെയുണ്ട്? നല്ലതാ. അത് സ്റ്റോർ റൂം അല്ലേ? അതെ അതെ. ഹലോ, വീടും പരിസരമൊക്കെ എങ്ങനെയുണ്ട്? വീടൊക്കെ കൊള്ളാം. ഇത് മതി, ധാരാളം. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കുന്നത്. പിന്നെ നമ്മള് മാറി താമസിച്ച ദുർഗാമ്മയ്ക്ക് വൈരാഗ്യം ഇരട്ടിയാവില്ലേ? ഇപ്പൊ പിന്നെ നിന്നോട് സ്നേഹത്തോടാണല്ലോ പെരുമാറുന്നത്. അതല്ലടാ. ഏതല്ലടാ തുളസി, അച്ഛനൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല. ഒരു തരത്തിലും അമ്മ നിന്നെ അംഗീകരിക്കാത്തോണ്ട് ഇത് അച്ഛൻ ആലോചിച്ച അവസാനത്തെ അടവാ. നമ്മൾ അച്ഛനനുസരിച്ചേ പറ്റൂ. മാത്രമല്ല, നമ്മൾ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നമുക്ക് വേണ്ട ഒരു ജീവിതം. എടാ, നിന്റെ അമ്മയെ വെറുപ്പിച്ചിട്ടും എന്റെ അമ്മയുടെ സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് നീ ഈ ജന്മത്ത് വിചാരിക്കണ്ട. അത് നടക്കില്ല. ദുർഗാമ്മയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആദി, പിന്നെ വഴിക്ക് വരുന്ന ഒരാള്. എടി, നിനക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോ? നല്ല തങ്കം പോലത്തെ ഒരു അമ്മായിയമ്മയും പൊന്നു പോലത്തെ ഒരു മരുമോളും. അതെ, വാടക വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അമ്മയോ? എന്താ അമ്മ? മോളെ, നീ എവിടെയാ? ഞാനും ആദ്യം കൂടി ഒരു വാടക വീട് നോക്കാൻ വന്നിരിക്കുക അമ്മ. ഇപ്പോ ആ വീട്ടിലാണോ? അതെ. വീട് എങ്ങനെയുണ്ട് മോളെ? ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മ. പക്ഷെ അതല്ല പ്രശ്നം. പിന്നെന്താ നിന്റെ പ്രശ്നം? ദുർഗാമ്മയോട് എതിർത്ത് വാടക വീട്ടിലേക്ക് മാറണോ എന്നതാ പ്രശ്നം. മോളെ, മറ്റൊരു മാർഗം ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത്? ഇനിയും എത്ര നാളെന്ന് വെച്ചാ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നേ? അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ബ്രോക്കറോട് പറഞ്ഞ് അതങ്ങ് ഉറപ്പിക്കേ. ശരി അമ്മ. ദേഷ്യപ്പെടണ്ട. അമ്മയും പറയുന്നത് വീടെടുക്കാനാ. അതുകൊണ്ട് നമുക്ക് ഈ വീടെടുക്കാം. ബ്രോക്കറൊക്കെ നമുക്ക് അടിച്ച് പുറത്താക്കാം. ലാലേ വിരൽ മുറിഞ്ഞു.
നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നു. ഏയ് അങ്ങനെ ചുമ്മാ ജീവിതമല്ല, സൂപ്പർ റൊമാൻറ്റിക് ലൈഫ്. ആരുടെയും ശല്യമില്ലാതെ കായൽക്കരയുടെ ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ. നിക്ക്. എവിടെ എടി പറ്റിച്ചതാണല്ലേ? ആദി മാറി നിക്ക്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്ത് ജോലി? ചോറും കറി ഉണ്ടാക്കണം, ഈ വീട് മുഴുവൻ വൃത്തിയാക്കണം. അങ്ങനെ ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികളാ ഉള്ളത്? ചേടാ താനിത് ഏതു ലോകത്ത്? വെറുതെ ചോറുണ്ടാക്കി സമയം കളയാൻ നിൽക്കുന്നു. ഫോൺ എടുക്ക, ഓർഡർ ചെയ്യാ, ഇഷ്ടപ്പെട്ട ഭക്ഷണം വീട്ടിലെത്തും. അയ്യടാ അതൊന്നും വേണ്ട. ഈ വീട്ടില് ഞാൻ എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമേ എന്റെ ഭർത്താവ് കഴിക്കാവൂ. അതെനിക്ക് നിർബന്ധം. ചുമ്മാ സമയം കളയേണ്ട തുളസി, നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. നോ, ഈ വീട്ടിൽ ഞാൻ പറയുന്നതേ നടക്കൂ. കനകദുർഗയാ പറയുന്നത്. സോറി, കൃഷ്ണ തുളസിയാ പറയുന്നത്. അമ്മയെ കളിയാക്കണ്ട, ഏത് നിമിഷം അമ്മ ഇങ്ങോട്ട് വരും. വരട്ടെ, ഞാൻ ലോഗ്രൻ സദ്യ കൊടുത്ത് ദുർഗാമ്മ ഞാൻ പറഞ്ഞു വിടാം. അത് നല്ല ഐഡിയ. ആ, എങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാക്കാം. ഷോ, ഈ മുരിങ്ങക്കായ കുറച്ചുകൂടി ചെറുതായിട്ട് അരി എന്റെ കെട്ടിയോനെ. ഇത്രയും പോരെ? ആ, ഈ തക്കാളിയും പച്ചമുളകും കഴുകിയോ? ഓഫ്, രസം പിടിച്ചു നിന്നത് മതി. ഇത് മുഴുവനാക്കിയിട്ട് വേണം വേഗം തേങ്ങ ചെറുകാൻ. ശരി. അയ്യോടാ പാവം, ഞാൻ ഊതിത്തരാം. അരിഞ്ഞോട്ടോ. ഇതേ അറിഞ്ഞോ നോക്കി. ആയിട്ടില്ല മാഷെ, നന്നായിട്ട് അമർത്തി അരയ്ക്കും. മിക്സിയിൽ അരച്ചാ പോരെ? പോരാ പോരാ, മിക്സിയിൽ അരച്ചാ ടേസ്റ്റ് കിട്ടില്ല.
തീയല് നന്നാവണമെങ്കിൽ കല്ലിൽ തന്നെ അരയ്ക്കണം. തീരും. ദാ, ഇതൊന്ന് നോക്ക്. സൂപ്പർ ആയിട്ട്. ഉം. നീ ഇരിക്കെ, ചോറ് ഞാൻ വിളമ്പി തരാം. ഉം. ഇന്ന് കാർത്തികയാ. നമ്മുടെ ആദ്യ രാത്രി ഈ വീട്ടിലാണല്ലേ? ഹലോ, ആ എവിടെ ഉണ്ട്? ആ നല്ല വീടാ. ഓക്കെ ശരി. അല്ല, താൻ എന്താ ആലോചിക്കുന്നത്? നീ എന്താ ആലോചിച്ചത്? നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ചാ ഞാൻ ആലോചിച്ചത്. ഞാനും അതന്നെ ആലോചിച്ചേ. ഈ വീട്ടില് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ജീവിക്കാൻ പറ്റൂ? മോളെ മോളെ മാതിരി മോളെ, അയ്യോ ഒന്ന് ഓടി വാ. മാതിരി ആന്റി, ആന്റി എന്താ പറ്റിയേ? ആന്റി, ദുർഗാന്റി, അയ്യോ എന്താ? എനിക്ക് നെഞ്ചിനകത്ത് വെട്ടിപ്പൊളിക്കുന്ന വേദന. സുലാന്റി, സുലാന്റി ഓടി വാ. ദുർഗാന്റിക്ക് വയ്യ. സുലാന്റി, അയ്യോ അയ്യോ ആ ദുർഗേച്ചി, ദുർഗേച്ചി, അയ്യോ എന്താ പറ്റി? എന്താ? നിലവിളി കേട്ട് ഞാൻ വരുമ്പോ നിലത്ത് വീണ് അയ്യോ, കിടന്നു. ദുർഗേച്ചിക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളതാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എടി പോ. അങ്ങനെ കാർ ഇവിടെ ഇല്ലല്ലോ. എടി നീ പോയി പെട്ടെന്നൊരു ടാക്സി വിളിച്ചിട്ട് വാ. ശരി. ദുർഗേച്ചി, ശ്ശോ. ദുർഗേച്ചി വെള്ളം വേണം. ഹലോ, ഇത് ദേവമംഗലത്തുനിന്നാ. പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണം. ദുർഗാന്റിക്ക് ഹോസ്പിറ്റലിൽ പോണം. പെട്ടെന്ന് വരണം. ദുർഗേച്ചി എന്തായി? ടാക്സി ഇപ്പൊ വരും. ആന്റിയെ പിടിക്കാം. വാ ദുർഗേച്ചി, എണീക്ക്. നീ പിടിക്കണ്ട, ഞാൻ എണീക്കാം. അതൊക്കെ
അയ്യോ അതൊക്കെ നടക്കുക ചേച്ചി. ദുർഗേച്ചി സൂക്ഷിച്ചു കയറ്. ഞാൻ വീട് പൂട്ടിയിട്ട് വരാം. വേണ്ട, സുലു ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അയ്യോ ദുർഗേച്ചി, എന്നെ ആതിര കൊണ്ടുപോയിക്കോളൂ. നീ പ്രസാദ് എന്നെ ആദ്യം വിളിച്ചു പറയൂ. സൂക്ഷിച്ച് കൊണ്ടുപോണേ. അയ്യോ കേറ്. അമ്മേ. അയ്യോ എന്റെ ദുർഗേച്ചിക്ക് ഒരു ആപത്തും വരുത്തല്ലേ. അല്ല, ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ സൈൻ ചെയ്യുന്ന? ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്തേക്കണം, ഞാൻ തിരിച്ചു വരാം. ആദ്യം പറ, എന്തായി? ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ പോലെ. എടാ ഞാൻ വിളിക്കാം, ഞാൻ വേറൊരു കോളിലാ. ശരി, സോറി കേട്ടോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. ജയ, ഒന്നിങ്ങോട്ട് വരാമോ? ശരി. അതൊന്നും വേണ്ട, വാ ഇരിക്കേ. അതെ, ആദ്യം വിളിച്ചിരുന്നു. അവര് ആ വാടക വീട് കാണാൻ പോയിരുന്നല്ലോ. വീട് അവർക്ക് വളരെ ഇഷ്ടമായത്രേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എഗ്രിമെന്റ് എഴുതിക്കോളാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അല്ല, ജയനെന്താ മിണ്ടാതിരിക്കുന്നത്? ഞാനെന്ത് പറയാനാ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലേ. അവര് മാറി താമസിക്കട്ടെ പ്രസാദ്, അത് തന്നെ നല്ലത്. ആദ്യം കുറെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കും ദുർഗേച്ചി, വീടൊരു നരകമാക്കും. എന്നാലും ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാ. ഒരുപക്ഷെ ഒരു മാനസാന്തരം വന്നാൽ അതൊരു നല്ല കാര്യമല്ലേ? ഞാനും അങ്ങനെ തന്നെയാ ജയ ചിന്തിക്കുന്നത്. ഇത് രണ്ടും കൽപ്പിച്ച് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം തന്നെയാ. ദുർഗയിൽ നിന്ന് മക്കളെ എന്നേക്കുമായിട്ട് അകറ്റാനോ മക്കളെ ദുർഗയുടെ ശത്രു ആക്കാനോ ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. എല്ലാ പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ടു. അപ്പോ ഇങ്ങനൊരു പരീക്ഷണം കൂടി നടത്തിയാലോ എന്ന് ആലോചിച്ചു. വിജയിക്കുവാവൂ. ഇതില് ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം പ്രസാദ്. ഒരു വീണ്ടു വിചാരം ദുർഗേച്ചിക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ഏതായാലും അതങ്ങ് ഉറപ്പിക്കുക. അവര് വാടക വീട്ടിലേക്ക് മാറുന്ന സമയം ഞാൻ അറിയിക്കാം. പ്രിയം കുട്ടി വന്നാൽ മതി. വാടക വീടായാലും പുതിയൊരു താമസം തുടങ്ങുന്നതല്ലേ, ഒരു ജോലിസിനെ കൊണ്ട് നല്ല സമയം കുറിപ്പിക്കാം. എന്റെ പൊന്നു ജയ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? രാഹുകാലം നോക്കി അങ്ങ് കേറിയ പോരെ? പോരാ, വാടക വീടാണെങ്കിലും താമസം തുടങ്ങുമ്പോൾ പാല് കാച്ചണം. കാര്യങ്ങൾ അതിന്റെ മുറ പോലെ തന്നെ നടക്കട്ടെ. ജോലിസിനെ കാണുന്നതും സമയം കുറിക്കുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്തു. ആയിക്കോട്ടെ, പക്ഷെ വീട് മാറ്റം നീട്ടരുതേ. കഴിയുമെങ്കിൽ നാളെ തന്നെ. ശരി പ്രസാദ്. ശരി ശരി കേട്ടോ. ഈ സുലൂപ്പ് എന്തിനാ വിളിക്കുന്നത്? പറ. എവിടെ? ഈശ്വരാ.